അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഒരാൾ രാവിലെ എന്നോട് ചോദിച്ചേ, സദ്യ കഴിക്കാൻ പോകാൻ താല്പര്യമുണ്ടോ എന്ന്. എന്നോട് അങ്ങനത്തെ ചോദ്യം എന്നോട് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ ആരും എങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പിന്നാലെ പോകും. അങ്ങനെ അർഷാക്കൂന് എന്താ അറിയില്ല, എന്നിപ്പോൾ സദ്യ കഴിക്കാൻ ഭയങ്കരമായിട്ടുള്ളൊരു കൊതി. അപ്പം ഞാൻ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ് ഞാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ന് ഫുഡൊന്നും കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ആ ഒരു പണി നമുക്ക് കുറവായി. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ മനസ്സിലൊരു ലഡു പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ച ടൈമിലല്ലേ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് ഇറങ്ങുകയാണ്. ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ സദ്യ കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. വേറെ രസം എന്താ വെച്ചാൽ രാവിലെ മുതൽ ഭയങ്കര മഴയായിരുന്നു. ഇനിയിപ്പോൾ ഇറങ്ങണ സമയത്ത് മഴ പെയ്യുമെന്ന് അറിയില്ല. ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് മഴയത്തൊക്കെ പോയി വല്ല പനിയൊക്കെ വന്നാൽ ഇപ്പാൻ്റെ ഇമ്മാൻ്റെ അടുത്ത് നല്ല ആട്ടിയേക്കും കേട്ടോ. എന്തായാലും ഇറങ്ങാൻ നേരത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ചെക്കന് ഷൂസും തൊപ്പിയൊന്നും ഇഷ്ടമായിട്ടില്ല. ഒക്കെ ഒരു വലിച്ചെറിയുന്നുണ്ട്. എന്ത് കുട്ടിയാണില്ല ഇത്. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ മഴ ചാറൽ തുടങ്ങി. അപ്പോൾ അർഷാക്ക് പറഞ്ഞു അരി കഴുകി കുക്കറിലിട്ടോ കഞ്ഞി കുടിക്കാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ ആകെ ടെ എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ വെറുതെ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കേണ്ടി വരും. അതിനൊരു 5 മിനിറ്റ് നോക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ. ഹൈസൂനാണെങ്കിൽ ഹാലിളകുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികൾക്കല്ലേ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മാത്രം ഇളകുന്ന ഒരു തരം പ്രത്യേക വാശിദേഷ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഓനെ നോക്കിയാക്കി മഴയൊക്കെ ഒന്ന് പോയപ്പോൾ ഞങ്ങൾ വീണ്ടും ഓടിക്കീറി വണ്ടിയിൽ കേട്ടോ. റോഡൊക്കെ ഭയങ്കര ക്ലൂളാണ്. പെട്ടെന്നൊരു ഓട്ടോ പോയപ്പോഴേ കാലിലേക്കും പാൻറ്റിലേക്കും ഒക്കെ ചളി തെറിച്ചിട്ടോ. ഞാൻ അതിനെ ചെറുതായിട്ടൊന്ന് പ്രാഗി. അങ്ങനെ സെൻറ്ററിൽ ഇരുന്നിട്ട് ഹൈസില്ലേ കുറച്ച് നല്ലോണം ഇടങ്ങാറാവുണ്ട് കേട്ടോ. പിന്നെ കാറ്റൊന്നും കൊള്ളിക്കാതെ ഇങ്ങനെ കൊണ്ടുപോകണ്ടേന്ന് കരുതി കൊണ്ടുപോവാണ്. നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. നല്ല തണുപ്പും മഴ പെയ്തിങ്ങനെ പോയിട്ടേ ഉള്ളൂ. അപ്പം പിന്നാലെ മഴക്കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്നൊരു മഴയൊക്കെ പെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ നല്ലൊരു രസത്തിലിങ്ങനെ പോവുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രൈവ്. ഒരു കപ്പിൾസ് കണ്ടില്ലേ മുന്നിൽ പോകുന്നത്. അങ്ങനെ എന്താ പറയുക, ഞാനിട്ടോ ആ ഒരു ഡ്രൈവ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഈ ഒരു തൊപ്പി എടുക്കേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ എനിക്ക് തോന്നി. ഇതാണെങ്കിൽ എനിക്ക് വലുതാട്ടോ, ഇത് സൂൻ്റെയാണ്. അതാണെങ്കിൽ പാറും ചെയ്യണം. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കടയിലെത്തിട്ടോ. ഇതാണ് നമ്മുടെ പ്രിയ പാലട. അവിടെ നല്ല സദ്യയൊക്കെ കിട്ടും, പാലട കിട്ടും, പിന്നെ ബേക്കറിയും വേറെ എന്തൊക്കെയുണ്ട്. പണ്ട് ഇത് ഇങ്ങനെയൊന്നല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ പണ്ടത്തെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അപ്പം അത് പണ്ടല്ലേ. ഇപ്പം നമുക്ക് ഇങ്ങനെ കാണാം. എന്തായാലും ചെന്നപ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളം കിട്ടിട്ടോ. ഞാനത് ആദ്യം കുടിച്ചു കഴിച്ചു, പിന്നെ വീണ്ടും അതിലൊഴിച്ചിട്ട്. വെള്ളത്തിന് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. കുട്ടിക്ക് കടയിലെത്തിയപ്പോൾ സ്വഭാവമൊക്കെ ഓക്കെ. ആദ്യം നമുക്ക് 2 ഇല വന്നേ. എൻ്റെ ഇലയിൽ എന്തോ ഒരു കരിച്ചിലുണ്ട്, അത് എനിക്ക് ഇഷ്ടമായില്ല. എന്നാലും ഇപ്പോൾ ഒരുപാട് മാറ്റിത്തരാനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ ഐസുവിന് പിന്നെ വെള്ളം കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അങ്ങനെ കുടിക്കൂട്ടോ വെള്ളം. ആദ്യം തന്നെ അച്ചാറാണ് വന്നത്. പിന്നെ മറ്റേ മുളക്, പുളിയഞ്ചി, അവിയൽ, പിന്നെന്താ പിന്നത്തെ പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഓരോന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു സദ്യയായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചോട്ടോ സദ്യ കഴിക്കുമ്പോൾ ഇപ്പോൾ ആരും കല്യാണമൊന്നും വിളിക്കണില്ല, സദ്യ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. കുറേ ആയിക്കോളും സദ്യ വെച്ചിട്ട്. പിന്നെ ബീട്രൂട്ടിൻ്റെ കളറിലൊരു സാധനം ഇട്ടപ്പോൾ മനസ്സിലായത് ബീട്രൂട്ട് ഉപ്പേരിയാണെന്നുള്ളത്. അങ്ങനെ ഒരുവിധം കറികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചോറും സാമ്പാറും പിന്നെ മോരും രസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടവും തന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഐസിന് ചെറിയതായിട്ട് ചോറും അവിയലത്തെ ക്യാരറ്റ്, കുമ്പളങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ കൊടുത്തു. പിന്നെ എരിവില്ലാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ കൊടുത്തിട്ടു. എനിക്ക് ഓനങ്ങനെ കഴിച്ചതുകൊണ്ട് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഞാനും വർഷക്കും കൂടെ ആ ഒരു സദ്യനെ കുറിച്ചുള്ള ഇതൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് വന്നത് പാലട പായസം. ഉഫ കുടിക്കാനായിട്ട് ഞാൻ ആകെ പോകുന്നത്. എന്നിട്ട് കുറേ ചോറ് കുത്തിക്കേറ്റിട്ട് ലാസ്റ്റ് പായസം കുടിക്കാൻ സ്ഥലമില്ല. എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിട്ട് എനിക്ക് സംഭവിക്കാറ്. ആ ചോറൊക്കെ തിന്നിട്ട് ലാസ്റ്റ് പായസം കുടിക്കാൻ വയറ്റിനകത്തൊരു ഒരു തുള്ളി സ്ഥലം ഉണ്ടാവില്ല. നമുക്ക് ഈ എന്താ പറയുക, തൊള്ളക്ക് വേണം പള്ളക്ക് വേണ്ട ഒരു സംഭവമല്ലോ, ആ ഒരു ടൈപ്പ് സാധനമാണ് ഞാൻ. എന്തായാലും പാലട ഞാൻ അങ്ങനെ ബാക്കി വെച്ച് പോകുന്നില്ല. പിന്നെ അർഷാക്ക് അതെടുത്ത് കൈ തന്നിട്ട് പറഞ്ഞത് കുടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ അതെടുത്ത് പുറത്ത് വന്നിട്ട് പുറത്തെ വണ്ടികളൊക്കെ നോക്കി ഇങ്ങനെ മെല്ലെ മെല്ലെ ഉള്ള സ്ഥലത്തിൽ കുത്തിക്കിട്ടിട്ടോ. നമ്മൾ പാർസൽ കുറച്ച് പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള പായസം ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ കുറച്ച് കുടിച്ച് ബാക്കി ഞാൻ അർഷാക്ക് കാണാതെ വലിച്ചെറിഞ്ഞു. അങ്ങനെ അതേ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് മനസ്സ് മയർന്നിറഞ്ഞ് പോവുകയാണ്. അപ്പോൾ എന്താ ഒരു അടിപൊളി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതുവരെ ടാറ്റാ.